സ്കൂൾ കാലഘട്ടത്തിൽ കശുമാവിൻ്റെ മുകളിൽ കയറുകയും കശുവണ്ടി പൊട്ടിക്കുകയൊക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ ഓർമ്മയാണ്. ഞങ്ങൾക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു കുളവും അതിൻ്റെ കരയിലൊരു മാവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ മാവിൻ്റെ മുകളിൽ കയറി കശുവണ്ടി പൊട്ടിക്കുന്ന സമയത്താണ് മാവിൻ്റെ കാലിൽ അതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് കാല് വഴുതി ഞാൻ കുളത്തിൽ വീഴുന്നത്. ഒരാൾക്ക് വെള്ളമുള്ള കുളമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു കണക്കിന് പുറത്ത് കിടന്നപ്പോൾ ഒരു വാശിയായി, ഇത് വലിയ കഷ്ടമുള്ള എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വീട്ടിൽ വന്നൊരു പഴയ അലൂമിനിയത്തിൻ്റെ കുടമെടുത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതിൻ്റെ മുകളിലിട്ട് കയർ കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി അതും കയ്യിൽ വെച്ചുകൊണ്ട് ഇന്നതും ശരിയാക്കിയിട്ടുള്ള കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ മാവിൻ്റെ മുകളിൽ നിന്ന് കുളത്തിലേക്ക് ചാടിയത് നല്ല ഓർമ്മയാണ്. പക്ഷെ ഭയങ്കര അഹങ്കാരത്തോട് ചാടിക്കഴിഞ്ഞപ്പോൾ എന്ത് വരുന്നത്, കക്ഷത്തിലിരുന്ന കുടം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഴ്ചയുടെ ഊക്കുകൊണ്ട് തെറിച്ചുപോയി. വീണ്ടും വെള്ളം കുടിച്ചു. വേഗം കരക്ക് കയറി ഒരു കമ്പെടുത്ത് കുടം അടുപ്പിച്ച് വീണ്ടും അതെടുത്ത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആ കുടം കയ്യിലിങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുളത്തിലേക്ക് ഇറങ്ങി നിന്ന് ചവിട്ടി പൊളിച്ച് ബഹളം ഉണ്ടാക്കി ഒരു കണക്കിന് കൈയും കാലിക്കിട്ട് അടിച്ച് കുളത്തിലെ അടിയിലെ ചെളി മുകളിൽ വരുന്ന വിധത്തിൽ അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് നീന്തൽ പഠിച്ചത്. പക്ഷെ പിന്നീട് തന്നെ ഒരുപാട് ഓർമ്മകളിലേക്കും ചിന്തകളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. നീന്തൽ അറിയാതെ അന്ന് കുളത്തിലിറങ്ങാനായിട്ട് ഞാൻ എന്നെ അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് നീന്തൽ പഠിച്ചത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ. നീന്തൽ അറിയണമെങ്കിൽ നീന്തൽ അറിയാതെ വെള്ളത്തിലിറങ്ങാൻ നീ നിന്നെ അനുവദിക്കണം. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് അറിയാതെ കാറിലിരുന്ന് സ്റ്റീറിംഗ് കൈ വെച്ച് ആക്സിലേറ്റർ കൊടുത്ത് ചിലത് ചെയ്യാൻ നീ നിന്നെ അനുവദിച്ചാലേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. ചിലതെല്ലാം അറിയാതിരിക്കെ അതറിയാൻ വേണ്ടി ചിലത് ചെയ്യാൻ മനസ്സ് വെച്ചാൽ പഠിക്കാം, ജീവിതത്തിൽ മുന്നോട്ട് പോകാം.